അത് കാണുമ്പോൾ അത് കേൾക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ. സാറും ഷിജി സാറും കൂടെ പാലക്കാട് യാത്ര ചെയ്യുന്ന സമയത്ത് എന്തോ ഒരു ഉത്സവം എന്തോ ആയതുകൊണ്ട് രാത്രി ഭക്ഷണം കിട്ടാനില്ല. അപ്പോൾ ഷിജി സാറിന് വണ്ടി ഓടിക്കണം. അപ്പോൾ ഷിജി സാർക്ക് ഭയങ്കര വിശപ്പുണ്ട്, സാറോടും പറഞ്ഞു. പക്ഷേ സെക്യൂരിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഷിജി സാർ രണ്ടും കൽപ്പിച്ചങ്ങോട്ട് എന്ത് വണ്ടി എടുത്തപ്പോൾ സെക്യൂരിറ്റി ആയിട്ട് ഓടി വന്നിട്ട് എന്ത് ചെയ്ത് ദേഷ്യപ്പെട്ടിട്ട് ഇവിടെ ഭക്ഷണമൊന്നുമില്ല, ക്ലോസ് ചെയ്തത് പറഞ്ഞു. പക്ഷെ സാറിനെ കണ്ടപ്പോൾ എന്ത് ചെയ്ത് പെട്ടെന്ന് ഉള്ളിലേക്ക് കൊണ്ടുപോയി നിങ്ങൾ ഭക്ഷണം കഴിച്ചു. നോക്കിയപ്പോൾ എന്താണ്, ആൾ ഇവിടെ അളകാപുരി ഹോട്ടലിൽ നിന്നിരുന്നൊരു മെമ്പറാണ്, അല്ലെങ്കിൽ ഒരു ചേട്ടനാണ്. ആ ഒരു എക്സ്പീരിയൻസ് സാറെന്ന് പറഞ്ഞല്ലോ. അല്ല നമ്മളെപ്പോഴും നന്മ ചെയ്യാൻ നല്ല വാക്കുകൾ എല്ലാവരും ഒരേപോലെ കാണാൻ ചിന്തിക്കുക. അത് ആരെങ്കിലും തിരിച്ച് ചെയ്യുമെന്നുള്ള ഉദ്ദേശം കൊണ്ടല്ല നമ്മൾ ചെയ്യുന്നത്. ബട്ട് അങ്ങനെ ചെയ്ത് നോക്കും നിങ്ങൾ. പിന്നെ ജീവിതത്തിൽ എത്ര കഥകൾ അവർ പറയാനുണ്ടാവും എന്നറിയോ. അത് നിങ്ങൾ കോടിക്കണക്കിന് രൂപ കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് വിഷമം ഉണ്ടാവാം, അവർക്ക് സംഘർഷം ഉണ്ടാവാം. അത് നിങ്ങളും കൂടെ സംഘർഷമാണ്. ആ മനസ്സിൻ്റെ ആ തട്ടിലേക്ക് പോവാം. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ പറയുമ്പോഴും കടത്തിൽപ്പെട്ടവനാണ് നീ, കടത്തിൽപ്പെട്ടത് കൊണ്ടല്ലേ, നീ ജോലിക്ക് പോകാത്തത് കൊണ്ടല്ലേ എന്ന് ചോദിക്കണം. എന്തുകൊണ്ട് നമ്മൾ ചോദിച്ചിട്ട് അതിനൊരു ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ജീവിതത്തിൽ എന്നേക്കും ഓർക്കാനുണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ജീവിതത്തിൽ എവിടെയെങ്കിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടാവും. അത് കാണുമ്പോൾ അത് കേൾക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ. അങ്ങനെ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ